അല്ല, അരുൺകുമാറിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും പ്രതിപക്ഷത്തിനോ പ്രതിപക്ഷ നേതാവിനോ ആവശ്യമില്ല. അദ്ദേഹം പറയുന്നത് എന്താ? പ്രതിപക്ഷ നേതാവിനെതിരെ ഹൈക്കോടതി ജഡ്ജി പറഞ്ഞു എന്നാ. ഈ അരുൺകുമാറിന്റെ പാർട്ടിക്ക് എന്നാണ് ഹൈക്കോടതിയുടെ ജഡ്ജിമാരോട് ഇത്ര ബഹുമാനം തോന്നിയത്? അദ്ദേഹം എറണാകുളത്ത് താമസിക്കുന്ന ആളല്ലേ? ലാവ്ലിൻ കേസിൽ പരാമർശം നടത്തിയ ജഡ്ജിക്കെതിരെ ഇവിടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പ്രകടനം നടത്തിയ പാർട്ടിയാ. ജഡ്ജിയുടെ കോലം കത്തിച്ച ആളുകളാ. നാണമില്ല അരുൺകുമാറെ? ഒരു ഹൈക്കോടതി ജഡ്ജിയൊക്കെ നിങ്ങൾ തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് പറയുന്ന പാർട്ടി, നിങ്ങൾ ഇന്നലെകളിൽ ഈ ഹൈക്കോടതിയോട് സ്വീകരിച്ച സമീപനം എന്താ? നിങ്ങൾ ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ പ്രകടനം നടത്തിയിട്ടുണ്ട്, നിങ്ങൾ ഹൈക്കോടതി ജഡ്ജിയുടെ കോലം കത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയുന്നു ഹൈക്കോടതി ജഡ്ജി പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വായ മൂടിക്കെട്ടി മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കേസ് സ്വയം തോൽക്കുകയാണ്. കേരളത്തിൽ CPM-ന്റെ നേതാക്കന്മാർക്കെതിരെ, ഈ നിൽക്കുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഹൈക്കോടതിയുടെ ജഡ്ജി പറഞ്ഞ വിധി അനുസരിച്ച് അദ്ദേഹം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണ്ടേ? ഈ ഹൈക്കോടതിയോട് നിങ്ങൾ അപ്പോൾ സ്വീകരിച്ച സമീപനം എന്താ? അപ്പൊ അതൊന്നും പറയണ്ട. അദ്ദേഹം പിന്നെ പറയുന്നത് എന്താ? അരുൺകുമാർ പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഒരു നിമിഷം. ഇപ്പോൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ച് പറയുമ്പോൾ അത് നമ്പർ 1 ആണ് എന്ന് സർക്കാർ പറയുന്നുണ്ട്, പൊതുജനാരോഗ്യ പ്രവർത്തകർ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, മുഴുവൻ കുഴപ്പമാണ് എന്ന് സ്ഥാപിക്കാനായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചത്. അതൊരു കോണ്ടെക്സ്റ്റാണ് ഈ കാര്യത്തിൽ. അല്ല, ഞങ്ങൾ മുഴുവൻ കുഴപ്പമാണെന്നൊന്നല്ലോ സ്ഥാപിച്ചത്. അതിലേക്ക് ഞാൻ വരാം. ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്താ? ഞങ്ങൾ 9 കൊല്ലമായി അധികാരത്തിലിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ മിണ്ടരുത് എന്ന് പറയുന്ന ഈ ലോജിക്ക് സംഘപരിവാറിനെതിരെ പറയാൻ ഈ പറയുന്ന അരുൺകുമാറിന് കഴിയുമോ? 9 കൊല്ലമായി അധികാരത്തിലിരിക്കുന്നു എന്നതുകൊണ്ട് പ്രതിപക്ഷം മിണ്ടാതിരിക്കണമെന്ന് പറയുന്നത് ഫാസിസ്റ്റ് യുക്തിയാ, സംഘപരിവാറിന്റെ ഭാഷയാ. സംഘപരിവാർ എന്താ പറയുന്നത്? ഞങ്ങൾ 3-ാം തവണ അധികാരത്തിലിരിക്കുന്നു, നിങ്ങൾ മിണ്ടരുത് എന്നാണ് പറയുന്നത്. ഇവിടെ സംഘപരിവാറിന്റെ മിനിയേച്ചറായി കേരളത്തിൽ CPM മാറി എന്നതുകൊണ്ട് അതേ ഭാഷ തന്നെയാണ് അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിരന്തരം പറയുന്നത്. ഇവിടെ ഇപ്പോൾ പോലെ അരുൺകുമാർ പറയുന്നത് എന്താ? അരുൺകുമാർ ആദ്യം പറഞ്ഞു ഞങ്ങൾ ഡോക്ടർ ഹാരിസിനെ കുറ്റം പറയില്ല എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡിലേക്ക് കേരളത്തിലെ CPM വരേണ്ടി വന്നത് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന, മാധ്യമങ്ങൾ ഉയർത്തിയ ചില കാര്യങ്ങളെ തുടർന്ന. എന്നിട്ടും അദ്ദേഹം ഈ ചർച്ചയിൽ ഉടനീളം കഴിഞ്ഞ തൊട്ട് മുൻപത്തെ ചർച്ചയിൽ എന്താ പറയുന്നത്? വേണമെങ്കിൽ ഡോക്ടർ ഹാരിസിന് ഈ കേസ് മറ്റൊരു ഡോക്ടർക്ക് റെഫർ ചെയ്യാമായിരുന്നു, വേണമെങ്കിൽ മറ്റുപാധികൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ഡോക്ടർ ഹാരിസ് ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ബോധപൂർവം ഡോക്ടർ ഹാരിസ് ഈ വിഷയം ഫേസ്ബുക്കിലിട്ടു എന്ന അദ്ദേഹം അതിന് താരതമ്യം ചെയ്യുന്നത് എന്താ? മീഡിയ 1 ചാനലിൽ ഉണ്ടാകുന്ന ഒരു ടെക്നിക്കലായ എററോടാ. ഇത് മനുഷ്യനോടാണ്, യന്ത്രത്തിന്റെ പ്രശ്നമല്ല. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ രോഗിയോടുള്ള വൈകാരികത മൂലം ഒരു ഡോക്ടർ പ്രത്യേകിച്ച് ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പൊട്ടിത്തെറിക്കേണ്ടി വന്നു. ഈ പറയുന്ന ഡോക്ടർ ഞങ്ങളുടെ ആളല്ലല്ലോ. ഈ പറയുന്ന ഡോക്ടർ രാഷ്ട്രീയമായി CPM-നോട് അനുഭവം പുലർത്തിയ ആളല്ലേ? ഞങ്ങൾ നേടിയ തിളക്കമാർന്ന ഒരു വിജയത്തെ കേരളത്തിലെ മുസ്ലിം വർഗീയവാദികളുടെ പിന്തുണയോട് കൂടി എന്ന് പറയാൻ മാത്രം CPM-നോട് പൊളിറ്റിക്കൽ ബ്ലൈൻഡ്നെസ് ഉള്ള, CPM-നോട് വിധേയത്വമുള്ള ഒരു ഡോക്ടർക്കാണ് അദ്ദേഹം ഈ പറയുന്ന രോഗിയോടുള്ള സമീപനം മൂലം മാറ്റി പറയേണ്ടി വന്നത്. എന്നിട്ടും ആ ഡോക്ടറെ ഇപ്പോഴും അദ്ദേഹം പച്ചയ്ക്ക് തിന്നുകൊണ്ടിരിക്കുകയാണ് അരുൺകുമാർ. പറഞ്ഞത് എന്താ? ഡോക്ടർക്ക് വേണമെങ്കിൽ റഫർ ചെയ്യാമായിരുന്നു ഒരു സംഭവമായിരുന്നിട്ട് കൂടി ഡോക്ടർ CPM-ന്റെ സർക്കാരിന്റെ പ്രതിസ്ഥാനത്ത് നിർത്തി CPM അനുഭാവിയായ ഡോക്ടർ എന്നാണ് അരുൺകുമാർ പറയുന്നത്. അരുൺകുമാർ പറയുന്നൊരു അർത്ഥമില്ല. അരുൺകുമാർ പച്ചക്കള്ളം പറയുകയാണ്. നേരത്തെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് എന്താ? ഡോക്ടർ തന്നെ മൊഴി കൊടുത്തു എന്ന്. എന്നിട്ട് അത് മൊഴി കൊടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അരുൺകുമാർ ചോദിക്കുന്നു അതിന് എന്ത് ആധികാരികതയുള്ളത്? അരുൺകുമാർ പറയുന്നതിന് എന്താണ് ആധികാരികതയുള്ളത്? അരുൺകുമാർ സ്വയം ഇവിടെ വന്ന് പച്ചക്കള്ളം പറഞ്ഞ് ഡോക്ടർ തന്നെ മൊഴി കൊടുത്താണ് ഡോക്ടർക്കെതിരെ കള്ളൻ എന്നുള്ള ആക്ഷേപത്തിന് കാരണമെന്ന് പറഞ്ഞ് സ്ഥാപിക്കുകയാണ്. ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അരുൺകുമാറെ, ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ റോൾ നിർവഹിക്കും. പ്രതിപക്ഷം ഉയർത്തിയ ആരോപണമല്ല ഇത്. സർക്കാർ സർവീസിലെ ഒരു ഡോക്ടർ, ആ ഡോക്ടറുടെ രാഷ്ട്രീയമായ വിധേയത്വം എന്ന് പറയുന്നത് CPM-നോട്, ആ ഡോക്ടർ CPM-ന് വേണ്ടി സംസാരിക്കുന്ന ആൾ, ആ ഡോക്ടർ പ്രത്യേക സന്ദർഭത്തിൽ പൊട്ടിത്തെറിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് നിങ്ങൾ പറയുന്ന സർവീസിന്റെ സാങ്കേതികത്വം റൂൾസ് ഒക്കെ പറയുന്നില്ലേ? ഈ സർവീസ് റൂൾസിന്റെ സാങ്കേതികത്വം നിങ്ങൾക്ക് ഈ പറയുന്ന ശ്രീറാം വെങ്കട്ടരാമന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ സർവീസ് റൂൾസ് എവിടെയൊക്കെയാണ് CPM പ്രയോഗിക്കുന്നത്? ഈ സർവീസ് റൂൾ ആരുടെ കാര്യത്തിലൊക്കെയാണ് CPM പ്രയോഗിക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ കാര്യത്തിൽ സർവീസ് റൂളും ചട്ടവും പറയുന്നു. നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പൽ പത്രസമ്മേളനം നടത്തി, ആ പ്രിൻസിപ്പാളിന് സർവീസ് റൂൾ ബാധകമല്ലേ? ഇവിടെ വളരെ കൃത്യമാണ്.
കേരളത്തിൽ സംഘപരിവാർ എങ്ങനെയാണോ ഈ രാജ്യത്തിനകത്ത് അവർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ ചവിട്ടിക്കൂട്ടുന്നത്, അതേ രീതിശാസ്ത്രം, അതേ മെത്തഡോളജി കേരളത്തിനകത്ത് CPM പ്രയോഗിക്കുന്നു. അരുൺകുമാറിനെ പോലുള്ള ആളുകൾ ഇവിടെ ഒന്ന് ആവർത്തിക്കുന്നു. എന്നിട്ട് പറയുന്നു പ്രതിപക്ഷം മിണ്ടരുത്. 9 വർഷമായി. 9 വർഷമൊന്നുമല്ല ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര തവണ ഭരിച്ചാലും ഞങ്ങൾ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം ഞങ്ങളെ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണെന്നേ. ഞങ്ങൾ ലോകം മുഴുവൻ മികച്ചത് എന്ന് വാഴ്ത്തിയ ഒരു ഹെൽത്ത് സിസ്റ്റം കേരളത്തിലുണ്ട്. അത് നിങ്ങൾ ഭരിച്ചാലും CPM ഭരിച്ചാലും LDF UDF ആര് ഭരിച്ചാലും അതിവിടെ ഉണ്ട്. അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമായ ഒരു സത്യമാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ മൊത്തം പ്രശ്നമാണ്. മന്ത്രി വീണ ജോർജിന് കീഴിൽ ആരോഗ്യ മേഖല മുഴുവൻ താറുമാറായി. ഈ വാക്കുകൾ ഇങ്ങനെ തന്നെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇതെത്രമാത്രം പ്രതിപക്ഷത്തിന് അനുയോജ്യമായ വിമർശന രീതിയാണ്? മന്ത്രി ലോകത്തിന് മുമ്പുള്ള കേരള മോഡൽ എന്ന് പറയുന്നത് ഏതെങ്കിലും പാർട്ടിയുടെ സംഭാവനയൊന്നുമല്ല. അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്.